ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ഫൈസ. അപ്പോൾ എല്ലാവർക്കും പപ്പൂസ് കാണാൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ സബീൽ പാർക്കിൽ പോവുകയാണ്. നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്തായിട്ടുള്ള ഒരു പാർക്കാണ്. നമ്മളിത് എത്താറായി ഫ്രെയിം കണ്ടു. അപ്പോൾ ഇതാണ് സബീൽ പാർക്കിൻ്റെയും പിന്നെ ഫ്രെയിമിൻ്റെയും എൻട്രൻസ്. ദുബായ് ഫ്രെയിമിൻ്റെ എൻട്രൻസ്. ദുബായ് ഫ്രെയിമിൻ്റെ വ്യൂ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമ്മൾ പാർക്കിങ്ങിൻ്റെ ടോക്കൺ എടുക്കുകയാണ്. പാർക്കിങ്ങിൻ്റെ. വാപ്പച്ചി എടുത്തു. ഫസ്റ്റ് 20 മിനിറ്റ്സ് ഫ്രീ ആണ് സബീൽ പാർക്കിൽ. ഫസ്റ്റ് 20 മിനിറ്റ്സ് ഫ്രീ ആണ്. പിന്നെ ആ ഹോൾ ഡേ പാർക്കിംഗ് ഫീ 10 dirhams ആണ്. നമ്മൾ ഫ്രെയിമിലല്ല വന്നത്. ഇവിടെ അടുത്തൊരു സബീൽ പാർക്കുണ്ട് ഫ്രെയിമിൻ്റെ അടുത്ത്. അപ്പം അവിടെ പോവുകയാണ് നമ്മൾ. ഇവാൻ ഉറങ്ങി. ദുബായിൽ ഇപ്പോൾ ചൂട് തുടങ്ങിയോണ്ട് ഭയങ്കര വെയിലാണ്. പിന്നെ എങ്ങനെയെങ്കിലും സബീൽ പാർക്കിൽ പോയൊന്ന് ഇരുന്നാൽ മതിയെന്നായി ഇവാൻ്റെ തലമൂടി വാപ്പച്ചി കൊണ്ടുപോവുകയാണ്. വാപ്പച്ചി ചരിച്ച് കിടത്തവനെ. ഞങ്ങൾ സബീൽ പാർക്കിന്റെ എൻട്രി ടിക്കറ്റ് എടുക്കാൻ പോകുന്നുണ്ട്. റൈറ്റ് സൈഡിലും ഒരു മെഷീൻ ഉണ്ട്, ലെഫ്റ്റ് സൈഡിലും ഒരു മെഷീൻ ഉണ്ട്. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സെയിം ക്രീക്ക് പാർക്കില്. നമ്മള് 1 2 ഇവാനിലല്ലോ 4. അവിടെ കൂടി ടിക്കറ്റ് വരും. ഓക്കെ, സെറ്റ്. നമുക്ക് അകത്ത് കയറാം ഗൈസ്. ഇത് ഗേറ്റ് 3 ആണ്. അപ്പം ഇത് ഗേറ്റ് 3 ആണ്. അപ്പം ഗേറ്റ് 1ഉം ഗേറ്റ് 2ഉം കാണും. ബാ ഇവിടെ ഇത് സെയിം ക്രീക്ക് പാർക്കാണ്. ഇവിടെയും ഡോൾഫിൻ ഷോ ഉണ്ട്. സെയിം ക്രീക്ക്. ഈ വാട്ടർഫോളിൻ്റെ അടിയിൽ ഫുള്ളും കല്ലാണ്. ഇവിടെയും തൊടാൻ പറ്റില്ല. നമ്മളിത് ഇങ്ങനെ നടക്കാൻ പോവുകയാണ്. ഇവിടെയൊക്കെ കല്ലുണ്ട്, പിന്നെ പൊടിയൊക്കെ നടക്കുന്നു. വെള്ളം കൂടി ഒഴുകി വരുന്നു. ഒരു ബേർഡിനെ കാണിച്ചാൽ ഇവിടെ നിൽക്കുന്നത് കണ്ട് കാണുന്നുണ്ട്. ഇത് 11 ഇവനാണ് കഴിച്ചത്. അത് പറക്കുമ്പോൾ നോക്കിക്കോണേ. അപ്പോൾ ഇതേ പറക്കില്ല. ഞാൻ വന്നു കണ്ട അതിൻ്റെ ചിറക് കണ്ട.
ഗൈസ് ഇവിടുത്തെ ചൂടൊന്നും സഹിക്കാൻ പറ്റില്ല. ഞാൻ പെട്ടെന്ന് ഈ തണലിലോട്ട് കയറട്ടെ. ആവൂ എന്താ സുഖം. ഇത് എനിക്ക് കണ്ടപ്പോൾ നമ്മുടെ സ്റ്റേഡിയമാണ് എനിക്ക് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. മറ്റേ ഫുട്ബോളൊക്കെ ഫുട്ബോളല്ല ക്രിക്കറ്റോ അങ്ങനെ എന്തോ നടക്കുന്ന കളിക്കുമ്പോൾ ആൾക്കാരൊക്കെ സൈഡിൽ നിന്ന് നോക്കില്ലേ, അതേപോലെ ഇരിപ്പുണ്ട്. അതാണ് ഞാൻ വാപ്പിച്ചിട്ട് പറയുന്നത്. ഇവിടെയും ബാർബിക്യൂ സെക്ഷനും പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇതേ ഈ പ്ലേ ഏരിയയിലൊക്കെ ഭയങ്കര ചൂടാണ്, സ്ലൈഡിലൊക്കെ ചൂടാണ്. അതുകൊണ്ട് ഞാൻ കയറാനൊക്കെ പറ്റുമെന്ന് പറഞ്ഞ് പോവേണ്ട. എനിക്കാണെങ്കിൽ സ്ലൈഡിൻ്റെ മുകളിൽ കയറുന്നിട്ട് ചറുകാൻ ഭയങ്കര പേടിയായിരുന്നു. ചൂട് ചൂട്. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മൾ നെമ്മീൻ ബിരിയാണി നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു. അയ്യോ പുക വന്നില്ല. എഡിറ്റ് നമ്മൾ അലൂമിനിയം ഫോയിൽ വിരിച്ചിട്ടാണ് നമ്മൾ കഴിക്കുന്നത്. അല്ല വയറവിടെ ഇല്ല. ഫ്രെയിമിന്റെ താഴെ ഇരുന്നാണ് ബിരിയാണി അടിക്കാൻ പോകുന്നത്. ചില്ലറ പൈസ ഇല്ല. അച്ചാറും വന്നു, ടിഷ്യൂ വന്നു. നല്ല നെമ്മീൻ ബിരിയാണിയാണ്, സൂപ്പറാണ് കേട്ടോ. എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന വാപ്പച്ചി നല്ലത് പറയുന്നത് പറ. എപ്പോഴും കംപ്ലൈന്റ് പറയുന്ന വാപ്പച്ചി നല്ലത് പറഞ്ഞു. ഇവാൻ കഴിക്കുന്നില്ലേ? ചിക്കൻ 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 ഇവാൻ ഇവാൻ വാ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരമൊക്കെ റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വാപ്പിച്ചിൻ്റെ ഓഫീസിലൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. അവിടെ വാപ്പിച്ച് വന്ന് നീന്തൽ ക്ലാസ്സൊക്കെ കഴിഞ്ഞല്ലേ കൊണ്ടുപോവാന്ന് പറഞ്ഞു. ഞാനാണ് അവിടെ നിൽക്കുക. ഈ വാപ്പിച്ച് ജോലി ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ പേര് ഡമാക്ക് എന്നാണ്. അപ്പോൾ അവരുടെ സ്വിമ്മിംഗ് പൂളിൽ ഡമാക്ക് എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ചിലവഴിക്കാൻ വേണ്ടി സ്വിമ്മിംഗ് പൂള്, ജിമ്മ് ഒക്കെ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ നീന്തുള്ളൂ, പിന്നെ ഞാൻ അവിടെ നിന്നിട്ട് ബാഗ് സുബടനെ ഇവാൻ ഞാൻ ഡൈവ് നോക്ക്, ഞാൻ ഡൈവ് ചെയ്യാം. നോക്ക്, പിടിച്ചോടെ.
സന്തോഷം ഒന്നും കൊടുക്കേ വായിലാക്കല്ലേ അപ്പം ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ നീന്തലൊക്കെ കഴിഞ്ഞു. ഞാൻ ക്ഷീണിച്ച് വീട്ടിലോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ.